പ്രതിരോധശേഷികൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇറാൻ. ഇതിനിടയിൽ ദേശീയ വ്യോമാതിർത്തിയുടെ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇറാനിയൻ സൈന്യം എക്തദർ 1403 വ്യോമ പ്രതിരോധ പരിശീലനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇറാൻ തദ്ദേശീയം നിർമ്മിച്ച മജീദ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം അഭ്യാസത്തിന്റെ പുതിയ ഘട്ടത്തിൽ കൂടുതൽ വിപുലമാക്കുകയും ചെയ്യുകയുണ്ടായി. സൈന്യം പ്രധാനമായും പരിശീലിക്കുന്നത് ശത്രുപരമായ ലക്ഷ്യങ്ങൾ കണ്ടെത്തിയതിനും ട്രാക്ക് ചെയ്യുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനും വെടിവെച്ചിടുന്നതിനുമുള്ള തന്ത്രങ്ങളാണ്. ഇറാന്റെ തെക്കു പടിഞ്ഞാറൻ മധ്യമേഖലകളിൽ നടക്കുന്ന പരിശീലനത്തിൽ റാഡർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ യൂണിറ്റുകളും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആക്റ്റീവ്, പാസീവ് റാഡർ സംവിധാനങ്ങളാണ് ഇതിനായി കൂടുതലും ഉപയോഗിക്കുക. മാത്രമല്ല, യുദ്ധമേഖലയിൽ ശത്രുപരമായ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിന് സിഗ്നൽ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ നിരീക്ഷണം എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇറാനിലെ സംയുക്ത വ്യോമ പ്രതിരോധ താവളത്തിന്റെ പ്രവർത്തന കമാൻഡിംഗ് കീഴിൽ നടക്കുന്ന ഈ പരിശീലനം പ്രതിരോധ സേനയും വ്യോമസേനയും സംയോജിപ്പിക്കാനാണ് കൂടുതൽ ശ്രമങ്ങൾ നടത്തുന്നത്. യുദ്ധകളത്തിലെ യഥാർത്ഥ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാണ് ഈ പരിശീലനം നടത്തുക. ഇതിലൂടെ രാജ്യം ആഭ്യന്തരമായി നിർമ്മിച്ച വിവിധതരം ന്യൂനത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു അവസരം കൂടി സൈന്യത്തിന് നൽകുകയും ചെയ്യുന്നുണ്ട്. വ്യോമാക്രമണം, മിസൈൽ ആക്രമണം, ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങൾ എന്നിങ്ങനെ നിരവധി ഭീഷണികളെ നേരിടുന്നതിൽ ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുന്നുമുണ്ട്. ശത്രുക്കളുടെ ഭീഷണികളോട് പ്രതിരോധിക്കുന്നതിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സേനയുടെ സന്നദ്ധത എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താനും വർദ്ധിപ്പിക്കാനും ഈ പരിശീലനം വളരെയധികം സഹായകരമായിരിക്കും. സമാനമായി ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള വേഗതയേറിയ രീതിയെക്കുറിച്ച് ഇറാനിൽ ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തുകയാണെന്ന തരത്തിലും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. ഇറാൻ ആണവായുധ പരിധിക്ക് താഴെയാണ്. മുൻ സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ പതനവും ഇസ്രയേൽ സൈനിക നടപടികൾക്കിടയിൽ ഹിസ്ബുള്ളയും ദുർബലമായതും ഉൾപ്പെടെയുള്ള സമീപകാല പ്രാദേശിക സംഭവ വികാസങ്ങൾ ഇറാനെ ആണവ പ്രവർത്തനങ്ങൾക്ക് ത്വരിതപ്പെടുത്തുവാൻ പ്രേരിപ്പിച്ചതായിട്ടാണ് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം വെളിപ്പെടുത്തുന്നത്. എന്നാൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന മാസങ്ങളിൽ ശേഖരിച്ച രഹസ്യാന്വേഷണ വിവരങ്ങൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദേശീയ സുരക്ഷാ സംഘവുമായി പങ്കിട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ ആഴ്ചത്തെ അമേരിക്കൻ സന്ദർശന വേളയിൽ ഇറാനിലെ ആണവ ബോംബ് നിർമ്മാണത്തെക്കുറിച്ചുള്ള പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഉത്തരവിടുന്നതിനെക്കുറിച്ച് നെതന്യാഹു പലതവണ ആലോചിക്കുന്നതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ നയതന്ത്ര ഉപദേഷ്ടാക്കളും അമേരിക്കയും ഇസ്രായേലിനെ ഈ നടപടിയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ബൈഡൻ സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടിയെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെന്നും പക്ഷേ ആക്രമണങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. 2015 ലോകശക്തികളുമായി ഇറാൻ സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിയിൽ ഒപ്പുവെക്കുകയും ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിന് പകരമായി അവരുടെ ആണവ പദ്ധതി പരിമിതപ്പെടുത്താൻ കരാറിലുള്ള രാജ്യങ്ങൾ സമ്മതിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 2018 ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് ആണവ കരാറിൽ നിന്ന് സ്വയം പിന്മാറുകയായിരുന്നു. ഇറാനിയൻ സൈനിക സേന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശദമായ ഷെഡ്യൂൾ പ്രകാരം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പുതിയ ആയുധങ്ങളും ഉപകരണങ്ങളും പരീക്ഷിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പ്രധാനമായും. പ്രതിരോധത്തിനു വേണ്ടി മിസൈൽ ശക്തി ഉൾപ്പെടെയുള്ള സൈനിക ശേഷികൾ ശക്തിപ്പെടുത്താൻ ഇസ്ലാമിക് റിപ്പബ്ലിക് മടിക്കുന്നില്ലെന്നും ഇറാന്റെ പ്രതിരോധ ശേഷികൾ ഒരിക്കലും ചർച്ചകൾക്ക് വിധേയമാക്കില്ലെന്നും രാജ്യത്തെ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ഇതെല്ലാം തന്നെ ശത്രുക്കൾക്കൊരു മുന്നറിയിപ്പായാണ് പ്രധാനമായും വിലയിരുത്തേണ്ടത്.